ഹായ് ഡിയർ സ്റ്റുഡൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പോർഷനിൽ പഠിക്കാനുള്ള ഒരു ഡെറിവേഷൻ കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബേസ് വിഡ്ത്ത് ഓഫ് എലമെൻ്ററി പ്രൊഫൈൽ ആൻഡ് സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഇൻ ദ എലമെൻ്ററി പ്രൊഫൈൽ. അപ്പോൾ ഒരു ഗ്രാവിറ്റി ഡാമിൻ്റെ എലമെൻ്ററി പ്രൊഫൈൽ ആൻഡ് പ്രാക്ടിക്കൽ പ്രൊഫൈൽ എന്നുള്ള രണ്ട് ടോപ്പിക്ക് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. തിയറി ടോപ്പിക്സ് എടുത്ത സമയത്ത് അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത PPT നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി എന്തെങ്കിലും ഡൗട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്തായാലും എലമെൻ്ററി പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ട്രയാങ്കുലർ ഇൻ ഷേപ്പ്. ഓക്കെ, ഒരു ബി എന്നുള്ള ബേസ് വിഡ്ത്തും എച്ച് എന്നുള്ള ഹൈറ്റിൽ വാട്ടറിൽ നിൽക്കുന്ന ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് എന്ത് എലമെൻ്ററി പ്രൊഫൈൽ. ആൻഡ് വൺ മോർ കണ്ടീഷൻ ഈസ് ദർ. നമ്മൾ കുറേ ടൈപ്പ് ഫോഴ്സസ് പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റി ഡാമിൽ ആക്ട് ചെയ്യുന്ന 8-7 ടൈപ്പ് ഫോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിലും എലമെൻ്ററി പ്രൊഫൈലിൻ്റെ കേസിൽ നമ്മൾ അവിടെ ആക്ട് ചെയ്യുന്നതായിട്ട് എടുക്കുന്ന നമ്മളുടെ മേജർ ഫോഴ്സുകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒന്ന് വെയിറ്റ് ഓഫ് ദ ഡാം ഡിനോട്ടഡ് ആസ് W, then water pressure denoted as capital P and uplift pressure denoted as capital U. ഓക്കെ, ഈ രണ്ട് ഫോഴ്സാണ് ഉള്ളത്. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്ന നോട്ടിലുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഒന്നുകൂടി പറയാണ്. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ W ൻ്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് BH റോ ഇൻറ്റു W. ഓക്കെ, അതായത് വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന വെയിറ്റ് ഓഫ് ഡാം എന്ന് പറയുന്നത് ക്യാപിറ്റൽ W ആണ്. ദെൻ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഹാഫ് BH റോ ഇൻറ്റു സ്മോൾ ലെറ്റർ W, വേർ റോ ഇസ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഡാം മെറ്റീരിയൽ. ഡാമിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് എന്ത് നമ്മുടെ റോ എന്ന് പറയുന്നത് ആയിട്ട് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ദെൻ W ഇസ് ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാം. സ്പെസിഫിക് ഗ്രാവിറ്റിയും അതുപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ യൂണിറ്റ് വെയിറ്റ് ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത് നമ്മൾ ഓൾറെഡി പല സ്ഥലങ്ങളിൽ പഠിച്ചതാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ഓഫ് ഡാം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, ഹാഫ് BH ഇൻറ്റു റോ ഇൻറ്റു W. ഓക്കെ, then water pressure calculate ചെയ്യാനുള്ള equation, water pressure P is calculated as half into WH square. Okay, then അത് ആക്ട് ചെയ്യുന്ന എവിടെയാണ്? ആക്ടിങ് അറ്റ് 1/3 H ഫ്രം ദ ബേസ്. അപ്പോൾ അങ്ങനെ ആക്ട് ചെയ്യുന്നത്. ദെൻ വേറൊരു ഫോഴ്സ് നമുക്ക് എലമെൻ്ററി പ്രൊഫൈലിൽ വരുന്നത് പറഞ്ഞാൽ ഫോഴ്സ് ഡ്യൂ ടു അപ്ലിഫ്റ്റ് പ്രഷർ U. ഇറ്റ് ഈസ് ഗിവൺ ആസ് ഹാഫ് CWBH, വേർ WB യും H നമുക്കറിയാം. B ബേസ് വിഡ്ത്താണ്, H എന്ന് പറഞ്ഞാൽ നമ്മൾ വാട്ടർ അപ്സ്ട്രീം സൈഡിൽ നിൽക്കുന്ന ഹൈറ്റ് ആയിരിക്കും. W എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണെന്നുള്ളത് നേരത്തെ പറഞ്ഞു, യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ ആണെന്നൊക്കെ പറഞ്ഞു. C എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. C ഇസ് ദ അപ്ലിഫ്റ്റ് പ്രഷർ ഇൻറ്റൻസിറ്റി കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്ലിഫ്റ്റ് പ്രഷർ ഇൻറ്റൻസിറ്റി കോഎഫിഷ്യൻ്റ് ആണ് എന്ത് C എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ ഫിഗറിലേക്ക് വരാം. ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഒരു എലമെൻ്ററി പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഫിഗറിൽ ഇപ്പോൾ നമ്മൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അല്ലേ. ഒരു ABD എന്ന് പറഞ്ഞൊരു ട്രയാങ്കിൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ AD എന്നുള്ളതിൻ്റെ ഹൈറ്റ് H എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് അത്രയും ഹൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഡാമിൻ്റെ എലമെൻ്ററി പ്രൊഫൈലാണ്. പ്രാക്ടിക്കൽ പ്രൊഫൈൽ വേറെ ഉണ്ട്, അതിനെക്കുറിച്ചല്ല ഇപ്പോൾ പറയുന്നത്. എലമെൻ്ററി പ്രൊഫൈലിൻ്റെ കൺസെപ്റ്റിൽ വെച്ച് നോക്കുക കേട്ടോ. AD എന്ന് പറയുന്നത് നമ്മുടെ അപ്സ്ട്രീം സൈഡിൽ വരുന്ന ഫേസ് ആണ്. അതായത് വാട്ടർ നിൽക്കുന്ന ഒരു പ്ലെയിന്, വാട്ടർ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷന്. അവിടെ H എന്നുള്ളൊരു ഹൈറ്റിൽ വാട്ടർ നിൽക്കുന്നുണ്ട്. ആ വാട്ടർ കാരണമുള്ള പ്രഷർ ആണ് എന്ത് നമ്മൾ P എന്നുള്ളൊരു വാല്യൂ ആയിട്ട് നമ്മൾ നേരത്തെ കണ്ടത് അല്ലേ. വാട്ടർ പ്രഷർ P ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു WH സ്ക്വയർ. സോ ആ P എന്നുള്ളത് ആക്ട് ചെയ്യുന്നത്, അതായത് പ്രഷറായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിലും അത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മളൊരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അത് ആക്ട് ചെയ്യുന്ന ഒരു പോർഷനായിട്ട് നമ്മൾ എടുക്കുന്നത് എവിടെയാണ്? ആസ് H/3 ഹൈറ്റ് ഫ്രം ബോട്ടം. അതായത് ഡാമിൻ്റെ ബേസിൽ നിന്നും H/3 എത്ര ഹൈറ്റിലാണോ വാട്ടർ ഉള്ളത് അതിൻ്റെ 1/3 ഹൈറ്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ വാട്ടർ പ്രഷറിൻ്റെ ആ ഇൻറ്റൻസിറ്റി അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ പിന്നെ നമുക്കുള്ളത് വെയിറ്റ് ഓഫ് ദ ഡാം കാണാം. നമുക്കിവിടെ ക്യാപിറ്റൽ W ഡൗൺവേർഡായിട്ട് ആക്ട് ചെയ്യുന്നത് കാണാം. അതിന് ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ഈ അതുപോലെ താഴേന്ന് മുകളിലേക്ക് അപ്ലിഫ്റ്റ് കാണാം. U എന്നുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്ലിഫ്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ പ്രഷറിൻ്റെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്ലിഫ്റ്റ് പ്രഷർ ഡയഗ്രാം അത് U ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് റൈറ്റ് ഹാൻഡിൽ 0 കാണിച്ചിട്ടുണ്ട്, ലെഫ്റ്റ് ഹാൻഡിൽ CWH എന്നുള്ള ഇൻറ്റൻസിറ്റിയിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഫിഗറിൽ പിന്നെ ഉള്ളത് നമുക്ക് M1 എന്ന് പറഞ്ഞ പോയിൻറ്റ്, M2 എന്ന് പറഞ്ഞ പോയിൻറ്റ് കാണാം. അതായത് നമ്മൾ മൊത്തം ബേസ് വിഡ്ത്തിനെ 1/3 പോർഷനാക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ള ഓരോ പോയിന്റുകളാണ് ഈ M1 M2. അതായത് Aയിൽ നിന്ന് M1 വരെ B/3 ഡിസ്റ്റൻസ് ആണ്, M1 to M2 B/3 ഡിസ്റ്റൻസ് ആണ്, M2 to B എന്ന് പറയുന്നത് B/3 ആണ്. അപ്പോൾ 1/3 ഡിവൈഡ് ചെയ്തതാണ്. ഓക്കെ, അങ്ങനെ M1ൻ്റെ നേരെ മുകളിൽ വരുന്നൊരു പോയിന്റിലാണ് എന്ത് ചെയ്യുന്നത് നമ്മളെ ഫോഴ്സുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഡൗൺവേർഡ് താഴേന്ന് ടു അപ്വേർഡ് ഡയറക്ഷനിൽ നമ്മൾ അപ്ലിഫ്റ്റ് U ആക്ട് ചെയ്യുന്നുണ്ട്.
ദെൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് വേർഡ് ഡയറക്ഷനിൽ ഹൊറിസോണ്ടലായിട്ട് നമ്മുടെ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട്, ഡൗൺവേർഡ് ആയിട്ട് നമ്മൾ വെയിറ്റ് ഓഫ് ഡാം ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻക്ലൈൻഡ് ആയിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റിസൾട്ടൻറ്റും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡബ്ല്യുവും ആറും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിളിനെ നമ്മൾ ഫൈ എന്നുള്ളതായിട്ട് നമ്മളിവിടെ എടുക്കുന്നത്, അതായത് നമ്മൾ ഡെറിവേഷൻ്റെ സമയത്ത് ഒന്നുകൂടി പറയാം എന്തായാലും. ദെൻ പിന്നെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി എന്ന് പറഞ്ഞ പോയിന്റ് കാണാം M1D M2 ഇടയിലായിട്ട്. ഓക്കെ, M1D M2 ഇടയിലായിട്ട് സി എന്നുള്ള പോയിന്റ് കാണാം. അതെന്ന് പറയുന്നത് മൊത്തം നമ്മുടെ സ്ട്രക്ചറിൻ്റെ സെൻറ്ററാണ്, സോറി ഡാമിൻ്റെ ബേസ് വിഡ്ത്തിൻ്റെ മിഡിലാണ്. AB എന്ന് പറയുന്നതാണ് ബേസ് വിഡ്ത്ത് ഡാമിൻ്റെ വരുന്ന ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത്, B എന്ന് പറയുന്നത് അതിൻ്റെ മിഡിലാണ് സി എന്ന് പറഞ്ഞ പോയിന്റ് B/2. അപ്പോൾ ഓട്ടോമാറ്റിക്കലി M1 to C എന്ന് പറയുന്നത് എന്തായിരിക്കും, B/3 ഹാഫായിട്ട് വരുന്ന B/6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സെൻട്രിസിറ്റി നമ്മൾ മുന്നേ പറഞ്ഞതാണ്, ഇതുപോലൊരു ഫിഗർ. അത് തന്നെയാണ് സംഗതി. M2 പോയിന്റിലൂടെ നമ്മൾ റിസൾട്ടൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആക്ച്വലി നമ്മൾ റിസൾട്ടൻറ്റ് പോകേണ്ടിയിരുന്നാൽ അതിൻ്റെ ബേസ് വിഡ്ത്തിൻ്റെ മിഡ് പോയിന്റ് എവിടെയാണോ അവിടേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ക്യാപിറ്റൽ R നമ്മളെ റിസൾട്ടൻറ്റ് പാസ് ചെയ്യുന്ന പോയിന്റ് നിന്ന്. ഇത്രയാണ് ഇവിടെ നമുക്കുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഇതിൻ്റെ ബേസ് വിഡ്ത്ത് B ഇക്വേറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡുകളാണ്. ഓക്കെ, ബേസ് വിഡ്ത്ത് ഓഫ് എലമെൻ്ററി പ്രൊഫൈൽ. ഓക്കെ, സോ നമ്മളിവിടെ ബേസ് വിഡ്ത്ത് കമ്പ്യൂട്ട് ചെയ്യുന്നത് 2 ക്രൈറ്റീരിയൻ്റെ ബേസിസിലാണ്. ദ ബേസ് വിഡ്ത്ത് ഓഫ് എലമെൻ്ററി പ്രൊഫൈൽ ഈസ് ടു ബി ഫൗണ്ട് അണ്ടർ 2 ക്രൈറ്റീരിയാസ്. ഫസ്റ്റ് വൺ ഈസ് സ്ട്രെസ് ക്രൈറ്റീരിയോൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് സ്റ്റെബിലിറ്റി ഓർ സ്ലൈഡിങ് ക്രൈറ്റീരിയോൺ. അപ്പോൾ ഈ 2 ക്രൈറ്റീരിയോൺസിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എലമെൻ്ററി പ്രൊഫൈലിൻ്റെ ബേസ് വിഡ്ത്ത് കാണുകയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനുണ്ട്. എന്നിട്ട് അതിൽ രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനലി എത്രയാണ് ബേസ് വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ഗോ ടു ദ സ്ട്രെസ് ക്രൈറ്റീരിയോൺ. സ്ട്രെസ് ക്രൈറ്റീരിയോൺസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, വെൻ റിസർവോയർ ഇസ് എംപ്റ്റി for no tension to develop, the resultant should act at the inner third point, that is M1. For the reservoir to be full condition, for no tension to develop, the resultant R must pass through the outer third point M2. അപ്പോൾ ശ്രദ്ധിക്കുക എന്താ പറയുന്നുള്ളത്. ഇവിടെ ഫിഗറിൽ കാണാം, നമ്മൾ വാട്ടർ പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ട് ഒരു ഡയറക്ഷനിൽ, വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ റിസൾട്ടൻ്റ് അപ്ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് M1 M2 എന്നുള്ള 2 പോയിന്റ് ഇവിടെ കാണാണ്ട്, M1 പോയിന്റും M2 പോയിന്റും. വൺ ഈസ് ഇന്നർ മിഡിൽ തേർഡ് പോയിന്റ്, നെക്സ്റ്റ് വൺ ഈസ് ഔട്ടർ മിഡിൽ തേർഡ് പോയിന്റ്. അങ്ങനെ കാണിച്ചിട്ടുണ്ട് അല്ലേ, ഒരു 1/3 ഒരു 2/3 ഫ്രം പോയിന്റ് A. M1ഉം M2 ഉണ്ട്. ഇനി പറഞ്ഞത് റിസർവോയർ എംപ്റ്റി കണ്ടീഷൻ ആണെങ്കിൽ, റിസർവോയറിൽ വാട്ടറൊന്നുമില്ല, റിസർവോയർ വാട്ടർ ഇല്ല എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ എന്തായി, നമ്മുടെ ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന വാട്ടർ പ്രഷർ പോയി. അതുപോലെ തന്നെ അപ്ലിഫ്റ്റിംഗ് ആക്ഷനും ആ വാട്ടറിൻ്റെ ആബ്സെൻസിൽ നമുക്ക് കിട്ടുന്നില്ല. കാരണം ഇതാണ് അപ്ലിഫ്റ്റിംഗ് പ്രഷർ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് ഇവിടെയുള്ള വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ മാത്രം, അതായത് അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ഫ്ലോ ചെയ്യാൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ സ്ട്രക്ചറിൻ്റെ ബോട്ടത്തിലൂടെ വാട്ടർ സീപ്പ് ചെയ്യുന്നതും അത് അപ്ലിഫ്റ്റിംഗ് ആക്ഷൻ കൊണ്ടുവരുന്നതൊക്കെ അപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എംപ്റ്റി കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ വാട്ടർ ഇല്ലാത്തൊരു കണ്ടീഷനിലാണ് നമ്മൾ ഡാം നിൽക്കുന്നുണ്ടെങ്കിൽ അത് സേഫായിട്ട് നിൽക്കണമെങ്കിൽ, അതായത് ടെൻഷൻ ഡെവലപ്പ് ചെയ്യാതെ, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നോർമൽ സ്ട്രെസ് ഡിറൈവ് ചെയ്ത സമയത്ത് ഒരു കാരണവശാലും അറ്റ് എനി സർക്കംസ്റ്റാൻസസ് at any point on the dam body, tension should be avoided. It should not be developed. Okay, അതായത് ഏതൊരു സിറ്റുവേഷൻ ആയാലും, ഏതൊരു പോർഷൻ ആയാലും ഡാമിൻ്റെ ബോഡിയിൽ ഒരു പോയിന്റിലും ടെൻസൈൽ ആയിട്ടുള്ള സ്ട്രെസ്സുകളൊന്നും ഡെവലപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് ഡാം സേഫ് ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ടു ഡെവലപ്പ് നോ ടെൻഷൻ ഇൻ ദ ഡാം ഇൻ ദ റിസർവോയർ എംപ്റ്റി കണ്ടീഷൻ, ഡാമിൽ വാട്ടർ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ടൻറ്റ് ഷുഡ് പാസ് ത്രൂ ദ പോയിന്റ് M1, അതായത് ഇന്നർ മിഡിൽ തേർഡ് പോയിന്റ്, ഉള്ളിലേക്ക് ആയിട്ടുള്ള മിഡിൽ തേർഡ് പോയിന്റിലൂടെയാണ് അത് റിസൾട്ടൻറ്റ് പാസ് ചെയ്യാൻ. നമുക്ക് ഷുവറാണ്, കാരണം ആ ഒരു സിറ്റുവേഷനിൽ, അതായത് എംപ്റ്റി കണ്ടീഷൻ ആയിട്ടുള്ള ഒരു ഡാമിൻ്റെ സമയത്ത് നമുക്കിവിടെ വാട്ടർ പ്രഷർ ഉണ്ടാവില്ല, അപ്പോൾ P പോയി. ദെൻ അതുപോലെ തന്നെ നമ്മൾ അപ്ലിഫ്റ്റിംഗ് പ്രഷറും ഇല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് എന്താണ്, വെയിറ്റ് ഓഫ് ദ ഡാം മാത്രമേ ഉള്ളൂ. നമ്മൾ ഡാം എംപ്റ്റി കണ്ടീഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ റിസർവോയർ എംപ്റ്റി കണ്ടീഷൻ ആണെങ്കിൽ ഇവിടെ സെൽഫ് വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് ദ ഡാം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏതിലെ പാസ് ചെയ്യുന്നത്, M1 പോയിന്റ്, അതായത് ഇന്നർ മിഡിൽ തേർഡ് പോയിന്റ് കൂടെയാണ് പോകുന്നത്. ദെൻ നെക്സ്റ്റ്, അപ്പോൾ അത് നമ്മൾ എംപ്റ്റി കണ്ടീഷൻ.
വെൻ ദ റിസർവോയർ ഈസ് ഫുൾ കണ്ടീഷൻ, അതായത് റിസർവോയറിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ വാട്ടർ നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിലുള്ള ഫിഗറാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് കാണുന്നത്. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്, പിയും വന്നു, അതുപോലെ ഡബ്ല്യു ഉണ്ട്, യു ഉണ്ട് അല്ലേ, 3 ഫോഴ്സുകൾ. 3ൻ്റെ റിസൾട്ടൻറ്റ് പാസ് ചെയ്യുന്നത് ഇറ്റ് ഷുഡ് പാസ് ത്രൂ ദ പോയിന്റ് M2, ദാറ്റ് ഈസ് ഔട്ടർ മിഡിൽ തേർഡ് പോയിന്റ്. നേരത്തെ പറഞ്ഞ ഇന്നർ മിഡിൽ തേർഡ് പോയിന്റ് ആണ്, അടുത്ത M2 എന്ന് പറയുന്നത് ഔട്ടർ മിഡിൽ തേർഡ് പോയിന്റ് ആണ്. അതിലൂടെ ആവണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ റിസൾട്ടൻറ്റ് പാസ് ചെയ്യേണ്ടത്. റിസൾട്ടൻറ്റ് ഓഫ് 3 ഫോഴ്സസ്, ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ വാട്ടർ പ്രഷർ, അപ്വേർഡായിട്ട് വരുന്ന അപ്ലിഫ്റ്റ് പ്രഷർ, ഡൗൺവേർഡ് വരുന്ന ഡാമിൻ്റെ വെയിറ്റ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് വേണ്ടത് ബേസ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്യാണ് നമ്മൾ ആവശ്യം. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ചെയ്യാണ്. ടേക്കിംഗ് ദ മൊമെൻറ്റ് ഓഫ് ആൾ ഫോഴ്സസ് എബൌട്ട് M2 ആൻഡ് ഇക്വേറ്റിംഗ് ഇറ്റ് ടു 0. അതായത് ഇനി നമ്മൾ ചെയ്യുന്നത് M2 പോയിന്റിന് വിത്ത് റെസ്പെക്റ്റു ആയിട്ട് എന്ത് ചെയ്യണം, എല്ലാ ഫോഴ്സിൻ്റെയും മൊമെൻറ്റുകൾ എടുത്തിട്ട് അതിനെ 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യണം. 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം 3 ഫോഴ്സാണ് ഇവിടെ ഉള്ളത് അല്ലേ. ഒന്ന് P എന്ന് മാർക്ക് ചെയ്തൊരു ഫോഴ്സ്, ഒന്ന് W എന്ന് മാർക്ക് ചെയ്ത ഫോഴ്സ്, ദെൻ ഒരു U. സോ P എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ മൊമെൻറ്റ് ടുവേർഡ്സ് M2 എന്തായിരിക്കും, നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇറ്റ് വിൽ ബി ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ പോസിറ്റീവ് മൊമെൻ്റ് ആയിരിക്കും. ദെൻ അതിൻ്റെ ഡിസ്റ്റൻസ്, അതായത് M2 പോയിൻ്റായിട്ട് ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ് P ഓർ പ്രഷർ, വാട്ടർ പ്രഷർ കൊണ്ടുള്ള ഫോഴ്സ് P ഈസ് H/3. ഓക്കെ, ദെൻ നമ്മൾ പിയുടെ ഇക്വേഷൻ എന്ത് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ W എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ W എന്ന ഒരു നമ്മുടെ ഫോഴ്സ്, അതായത് വെയിറ്റ് ഓഫ് ദ ഡാമും അതുപോലെ നമ്മളെ M2 പോയിന്റ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് B/3 ആണ് വരിക. ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാവും, B/3 ആണ് M1 to M2 ഡിസ്റ്റൻസ്. സോ W ഇൻറ്റു M1 to M2 ഡിസ്റ്റൻസ് പറയുമ്പോൾ W ഇൻറ്റു B/3 എന്ന് വരും. ദെൻ ആ മൊമെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിട്ടാണ് വരിക അല്ലേ. ടുവേർഡ്സ് ദ പോയിന്റ് M2 W എന്ന ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെൻറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ദെൻ ഇനി U എന്ന് പറഞ്ഞ ഫോഴ്സ്, അതായത് നമ്മൾ അപ്ലിഫ്റ്റ് പ്രഷർ കൊണ്ടുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് U എന്നുള്ള ഫോഴ്സ്, ഇതാണ് ഫോഴ്സാണ്. സോ U എന്നുള്ള ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനും നമ്മുടെ പോയിന്റ് എബൌട്ട് വിച്ച് ദ മൊമെൻറ്റ് ആർ ടേക്കൺ, നമ്മൾ M2 പോയിൻറ്റുമാണ് അല്ലേ. സോ U എന്നുള്ള ഫോഴ്സ് പാസ് ചെയ്യുന്നത് M1 പോയിന്റ് കൂടിയാണ്. അപ്പോൾ M1 to M2 ഡിസ്റ്റൻസ് തന്നെയാണ് എന്ത് വരിക, U എന്ന് പറഞ്ഞ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷനിലേക്ക് നമ്മുടെ പോയിന്റ് അണ്ടർ കൺസിഡറേഷനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരും. ഓക്കെ, ദെൻ ദാറ്റ് മൊമെൻറ്റ് ഈസ് ടേക്കൺ, ഇറ്റ് വിൽ ബി ക്ലോക്ക് വൈസ് മൊമെൻറ്റ് ആൾസോ. ഓക്കെ, സോ അതാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. ടേക്കിംഗ് മൊമെൻറ്റ് ഓഫ് ആൾ ഫോഴ്സസ് എബൌട്ട് M2 പോയിന്റ് ആൻഡ് ഇക്വേറ്റിംഗ് ഇറ്റ് ടു 0. സിൻസ് ദ മൊമെൻറ്റ് ഓഫ് R is 0, അതായത് നമ്മൾ ക്യാപിറ്റൽ R എന്ന് പറയുന്ന റിസൾട്ടൻറ്റ് M2 പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ ലൈൻ ഓഫ് ആക്ഷൻ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുമ്പോൾ എബൌട്ട് ദാറ്റ് പോയിന്റ് ആ ഒരു ഫോഴ്സിന് എന്തുണ്ടാവില്ല, മൊമെൻറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് കാണാം നമുക്ക് ഇക്വേഷൻ, P ഇൻറ്റു H/3 പ്ലസ് U ഇൻറ്റു B/3 മൈനസ് W ഇൻറ്റു B/3 ഈസ് ഈക്വൽ ടു 0. ഇനി അവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പിയും യുവും ഡബ്ല്യുവും അവരുടെ ഇക്വേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നോക്കുക, ഹാഫ് WH² ഇൻറ്റു H/3 പ്ലസ് ഹാഫ് CWBH ഇൻറ്റു B/3 മൈനസ് ഹാഫ് BH റോ W ഇൻറ്റു B/3 ഈസ് ഈക്വൽ ടു 0. ദെൻ നമുക്ക് ഇക്വേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വി ആർ മൾട്ടിപ്ലൈയിങ് ആൾ ടേംസ് ബൈ 6 ഡിവൈഡഡ് ബൈ WH. 6/WH എന്ന് പറഞ്ഞ ടേമിനെ കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് ഫ്രാക്ഷൻസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സോ വി ആർ മൾട്ടിപ്ലൈയിങ് ആൾ ദ ടേംസ് ഇൻ എബോവ് ഇക്വേഷൻ വിത്ത് 6 ഡിവൈഡ് ബൈ WH. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ് ആർ മൾട്ടിപ്ലൈയിങ്. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്താൽ കിട്ടും, നമ്മൾ കിട്ടുന്ന ഇക്വേഷൻ ഇതായിരിക്കും, H² പ്ലസ് CB² മൈനസ് B² റോ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദെൻ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, B² ഒരു ടേമിൽ കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ അത് പുറത്തെടുത്താൽ B² ഇൻറ്റു റോ മൈനസ് C ഈസ് B² ഇൻറ്റു റോ മൈനസ് C ഈസ് ഈക്വൽ ടു H² എന്ന് എഴുതാൻ പറ്റും. അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് CB² മൈനസ് B² റോ എന്നുണ്ട്, അവിടുന്ന് B² കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാൻ പറ്റും, B² ഇൻറ്റു റോ മൈനസ് C ഈസ് ഈക്വൽ ടു H² ഓർ B ഈസ് ഈക്വൽ ടു H/√of റോ മൈനസ് C. അതാണ് എന്ത്, ഒരു എലമെൻ്ററി പ്രൊഫൈലിൻ്റെ ബേസ് വിഡ്ത്ത് കാണാനുള്ള നമ്മളുടെ ഇക്വേഷൻ വരുന്നത് യൂസിങ് സ്ട്രെസ് ക്രൈറ്റീരിയോൺ. ഇതേ സംഗതി തന്നെ നമുക്ക് വേറൊരു റേഷ്യോ വെച്ചിട്ടുമാണ് എന്ത് ചെയ്യാൻ പറ്റും, ഇതേ ഇക്വേഷൻ്റെ തന്നെയാണ്. എങ്ങനെയാണ് നോക്കാം,
ആദ്യം നമ്മൾ എഴുതിയ പോലെ തന്നെ എന്ത് ചെയ്തു, ഇക്വേഷൻ കൊടുത്തു. P × H/3 പ്ലസ് U × B/3 മൈനസ് W × B/3 = 0. ദെൻ നെഗറ്റീവ് ആയിട്ട് വരുന്ന B/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേമുകളൊക്കെ നമ്മൾ ഒരു റൈറ്റ് സൈഡിലേക്കും H/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേമുകളൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്കും മാറ്റി. അടുത്തതായിട്ട് നോക്കുക, P × H/3 = W - U ബ്രാക്കറ്റിൽ × B/3. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന റേഷ്യോ എടുക്കുകയാണ്. അതായത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് അങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇക്വേഷനിൽ നമുക്കറിയാലോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റീഅറേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റും അല്ലേ. സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ W - U ഉണ്ട്. അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ P കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, W - U / P എന്ന് കിട്ടും. സിമിലർലി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ H/3 അവിടേക്ക് എന്ത് ചെയ്യണം, നമ്മൾ അവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് B/3 കൊടുത്തു കഴിഞ്ഞാൽ H/3 / B/3 എന്നും കിട്ടും. W - U / P = H/3 / B/3 എന്ന് കിട്ടും. ഓർ ദാറ്റ് ഈസ് ഈക്വൽ ടു H/B. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, W - U / P = H/B എന്ന് കിട്ടിയ ഇക്വേഷനിൽ അവിടെ എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഡബ്ല്യൂയുടെ ഇക്വേഷൻ കൊടുക്കുക, അതുപോലെ യുവിൻ്റെ ഇക്വേഷൻ കൊടുക്കുക, പിയുടെ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഹാഫ് BH/ρW മൈനസ് ഹാഫ് WCBH ഹോൾ ഡിവൈഡ് ബൈ ഹാഫ് WH² = H/B എന്ന് കിട്ടും. അതിനെ നിങ്ങൾക്ക് ചെയ്താൽ കിട്ടും. വേണ്ട പോർഷൻസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് എത്താൻ പറ്റും. B² × ρ - C = H² ഓർ B = H ഡിവൈഡ് ബൈ √ρ - C. അപ്പോൾ ഇത് എല്ലാ സിറ്റുവേഷനിലും വരുന്നൊരു ഇക്വേഷൻ നമുക്ക് എലിമെൻ്ററി പ്രൊഫൈലിൻ്റെ ബേസ് വിഡ്ത്തിനായിട്ട്. ദെൻ ഇഫ് അപ്ലിഫ്റ്റ് ഈസ് നോട്ട് കൺസിഡേർഡ്, അതായത് റോയും സിയും ഉള്ളിടത്ത് നമുക്ക് സി എന്ന് പറഞ്ഞ ടേം നമ്മൾ പറഞ്ഞിരുന്നു അപ്ലിഫ്റ്റിൻ്റെ ഇൻറ്റൻസിറ്റിനെ റിലേറ്റ് ചെയ്ത് വരുന്നൊരു കോഎഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇഫ് അപ്ലിഫ്റ്റ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ അവർ അനാലിസിസ് അല്ലെങ്കിൽ ഡിസൈൻ, നമ്മൾ അപ്ലിഫ്റ്റ് എടുക്കുന്നില്ലെങ്കിൽ C will be 0 ആൻഡ് ഇംപ്ലൈസ് ബോട്ടം വിഡ്ത്ത് ഓർ ബേസ് വിഡ്ത്ത് B = അവിടെ സിക്ക് 0 കൊടുത്ത് എന്ത് വരും, H/√ρ എന്ന് കിട്ടും. ഓക്കെ, H/√ρ. ഇതാണ് എന്ത് നമ്മുടെ സ്ട്രെസ് ക്രൈറ്റീരിയൻ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്ന നമ്മുടെ ബേസ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഫോർ ആൻ എലിമെൻ്ററി പ്രൊഫൈൽ ഓഫ് ഗ്രാവിറ്റി ഡാം. And next criterion is stability or sliding criterion. Stability or sliding criterion. അപ്പോൾ ഇത് നമ്മൾ സ്റ്റെബിലിറ്റി അനാലിസിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ചെക്കിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ഗ്രാവിറ്റി ഡാം ഫോർ സേഫ്റ്റി അഗൈൻസ്റ്റ് ഓവർ ടേണിങ്, സേഫ്റ്റി അഗൈൻസ്റ്റ് സ്ലൈഡിങ്, സേഫ്റ്റി അഗൈൻസ്റ്റ് ഓവർ സ്ട്രെസ്സിങ്, ഇങ്ങനെ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞൊരു ഇക്വേഷനോട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇനി പറയാൻ പോകുന്നത്. അവിടെ നമ്മളൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഇക്വേഷനിലേക്ക് വരുന്നത്. ഫോർ നോ സ്ലൈഡിങ് ടു ഒക്കർ, അതായത് ഒരു ഗ്രാവിറ്റി ഡാമിൽ സ്ലൈഡിങ് ഒന്നും ഒക്കർ ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ദർ ഇസ് എ കണ്ടീഷൻ. എന്താണ്, ഹൊറിസോണ്ടൽ ഫോഴ്സസ് കോസിങ് സ്ലൈഡിങ് ഷുഡ് ബി ബാലൻസ്ഡ് ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിങ് ദ സെയിം. ഫ്രിക്ഷനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം, ഫ്രിക്ഷൻ കോഎഫിഷ്യൻ്റ് ഉള്ള ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ ചെറിയ താഴെയുള്ള സെമിസ്റ്ററുകളിലൊക്കെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഫോർ നോ സ്ലൈഡിങ് ടു ഒക്കർ, സ്ലൈഡിങ് എന്താണെന്ന് നമുക്കറിയാം, സ്ലൈഡിങ് അങ്ങനെ പലതരത്തിലുള്ള മൂവ്മെൻ്റ് ഒക്കെ നമ്മൾ പലയിടത്തും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോർ നോ സ്ലൈഡിങ് ടു ഒക്കർ, സ്ലൈഡിങ് ഒന്നും ഇല്ലാണ്ടിരിക്കണമെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് കോസിങ് ദ സ്ലൈഡിങ് ഷുഡ് ബി ബാലൻസ്ഡ് ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സസ് ഓപ്പോസിങ് ദ സെയിം. അതായത് ഫ്രിക്ഷണൽ ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, നമ്മളൊരു ബോഡീനെ ഒരു ഫ്രിക്ഷൻ ഉള്ളൊരു സർഫസിൽ വെച്ച് കഴിഞ്ഞാൽ അതതിൻ്റെ വെയിറ്റ് കാരണം അവിടെ സ്റ്റില്ലായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഹൊറിസോണ്ടലി ഒരു ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ ഇറ്റ് വിൽ സ്ലൈഡ് അല്ലേ. അപ്പോൾ അത് സ്ലൈഡ് ചെയ്യണമെങ്കിൽ അതിനെന്ത് ചെയ്യണം, അതിനുള്ള മിനിമം ഒരു ഫോഴ്സ് അവിടെ എത്തണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഫ്രിക്ഷൻ പഠിച്ച സമയത്ത് പഠിച്ച കാര്യമാണ്. എന്തായാലും ഫോർ നോ സ്ലൈഡിങ് ടു ഒക്കർ, ഒരു സ്ലൈഡിങ്ങും ഇവിടെ ഈ സ്ട്രക്ചറിൽ ഇല്ലാതിരിക്കണമെങ്കിൽ ഹൊറിസോണ്ടൽ ഫോഴ്സസ് കോസിങ് ദ സ്ലൈഡിങ് ഷുഡ് ബി ബാലൻസ്ഡ് ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സസ് ഓപ്പോസിങ് ദ സെയിം. അതായത് ഈ സ്ലൈഡിങ് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് കാരണമാവുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യണം ആര്, ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സസ്. സോ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സിഗ്മ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു സിഗ്മ വി എന്ന് എഴുതി. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ കമ്പൗണ്ട് ആക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എഴുതിയതാണ് സിഗ്മ H ഈസ് ഈക്വൽ ടു സിഗ്മ വി ഇൻറ്റു മ്യൂ. ഓർ നമുക്ക് ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ഇനി അപ്പോൾ നമ്മൾ ജനറൽ ഇക്വേഷൻ എന്ത്, സിഗ്മ H ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു സിഗ്മ വി എന്നുള്ളത്. ഇനി അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹൊറിസോണ്ടൽ ഫോഴ്സസിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വെർട്ടിക്കൽ ഫോഴ്സിനെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ എലിമെൻ്ററി പ്രൊഫൈലിൻ്റെ കേസിൽ ഹൊറിസോണ്ടലി നമ്മൾ ഫോഴ്സ് അല്ലെങ്കിൽ പ്രഷറൊക്കെ വരുന്ന ഏതാണ്, പി മാത്രമാണ്, അതായത് വാട്ടർ പ്രഷർ മാത്രമാണ്. സോ സിഗ്മ H വിൽ ബി ഈക്വൽ ടു പി ഇറ്റ് സെൽഫ് ഹിയർ. ആൻഡ് വെർട്ടിക്കലി നമുക്ക് രണ്ട് ഫോഴ്സുകൾ വരുന്നുണ്ട്. ഒന്ന് അപ്ലിഫ്റ്റിങ്ങിൻ്റെ എഫക്റ്റ് ആയിട്ട് വരുന്ന ഫോഴ്സും ഉണ്ട്, ഒന്ന് സെൽഫ് വെയിറ്റ് ഓഫ് ദ ഡാമും വരുന്നുണ്ട്, W ആൻഡ് U.
പക്ഷേ ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ W ഡൗൺവേർഡ് ആണ്, U ഈസ് അപ്വേർഡ്. സോ അതുകൊണ്ട് തന്നെ രണ്ടും ഓപ്പോസിറ്റ് സൈനായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും, ഡയറക്ഷൻ മാറ്റമുള്ളതുകൊണ്ട് അല്ലേ. സോ സിഗ്മ വേർട്ടിക്കൽ ഈസ് ഈക്വൽ ടു W മൈനസ് U ആൻഡ് സിഗ്മ ഹൊറിസോണ്ടൽ ഈസ് ഈക്വൽ ടു P. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? P ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു W മൈനസ് U. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പിയുടെ ഇക്വേഷൻ അതുപോലെ ഡബ്ല്യൂയുടെ ഇക്വേഷൻ ആൻഡ് യുവിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമുക്ക് മുന്നേ എഴുതിയ നമ്മുടെ ഇക്വേഷൻ. അപ്പം എന്തായി മാറും നമ്മുടെ ഫോർമുല? ഹാഫ് WH² ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുന്നു, ഹാഫ് BH റോ W മൈനസ് ഹാഫ് CBWH. അതിൽ നിന്ന് നമുക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്തൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും B is equal to H divided by mu into rho minus C. B is bottom width or base width of the dam. B is equal to H divided by mu into rho minus C എന്ന് കിട്ടും. നമുക്ക് ഈ ഒരു നേരത്തെ എഴുതിയ ഇക്വേഷന് എന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ സിഗ്മ H is equal to mu into സിഗ്മ എഴുതി, അതിൽ നമ്മളെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ എലിമെൻ്ററി പ്രൊഫൈലിലെ വെർട്ടിക്കൽ ഫോഴ്സുകളുടെ സമേഷൻ എഴുതി, ഹൊറിസോണൽ ഫോഴ്സിൻ്റെ സമേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ആ ഫോഴ്സസിൻ്റെ ഇക്വേഷനും എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ബേസ് വിഡ്ത്തിൻ്റെ ഇക്വേഷൻ B is equal to H by mu into rho minus C. ഇഫ് അപ്ലിഫ്റ്റ് ഈസ് നെഗ്ലക്റ്റഡ്. അപ്പോൾ ഇനി ഈ പറഞ്ഞ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ അപ്ലിഫ്റ്റ് ഉള്ള സമയത്തെ ഇക്വേഷനാണ്. ഇൻ കേസ് വി ആർ നെഗ്ലക്റ്റിംഗ് ദ അപ്ലിഫ്റ്റ്, then the value of C will be 0. So our equation becomes base width B is equal to H by mu rho. H by mu into rho minus C എന്നായിരുന്നു. അതിലെന്ത് ചെയ്തു, C equal to 0 വന്നാൽ base width B is equal to H by mu rho എന്ന് വരും. Okay. Then the width provided for elementary profile should be greater of the widths obtained from the both conditions. അതായത് നമ്മളിവിടെ സ്ട്രെസ് ക്രൈറ്റീരിയൻ നോക്കി, അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയോ സ്ലൈഡിങ് ക്രൈറ്റീരിയൻ നോക്കി. സ്ട്രെസ് ക്രൈറ്റീരിയൻ വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ കിട്ടി. B is equal to H by root of rho minus C എന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയൻ ഓർ സ്ലൈഡിങ് ക്രൈറ്റീരിയൻ വെച്ചിട്ട് നമുക്ക് B is equal to H by mu into rho minus C, അല്ലെങ്കിൽ സിക്ക് 0 കൊടുത്താലും നമുക്ക് വേറെ ഇക്വേഷനൊക്കെ കിട്ടിയിരുന്നു. സോ ഇങ്ങനെ രണ്ട് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് സിറ്റുവേഷനിലുള്ള ബേസ് വിഡ്ത്ത് ബോട്ടം വിഡ്ത്ത് നമ്മൾ കണ്ടതിന് ശേഷം അതിൽ ഗ്രേറ്റർ വാല്യൂ ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതാണ് പറഞ്ഞത്, ദ വിഡ്ത്ത് പ്രൊവൈഡഡ് ഫോർ എലമെൻ്ററി പ്രൊഫൈൽ ഷുഡ് ബി ഗ്രേറ്റർ ഓഫ് ദ വിഡ്ത്സ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബോത്ത് കണ്ടീഷൻസ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എലമെൻ്ററി പ്രൊഫൈലിൻ്റെ ബേസ് വിഡ്ത്തിൻ്റെ ഡെറിവേഷൻ. ദെൻ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്ട്രെസ്സസ് ഡെവലപ്ഡ് ഇൻ എലമെൻ്ററി പ്രൊഫൈലാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തൽക്കാലം നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.